വേദവ്യാസൻ എഴുതിയ മഹാഭാരതം തന്നെയാണോ നമ്മൾ ഇന്ന് വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം? അല്ലെന്നാണ് മഹാഭാരതത്തിന്റെ തന്നെ ആദിപർവത്തിൽ പറയുന്നത്. വേദവ്യാസന്റെ മനസ്സിൽ മഹാഭാരതം എന്ന ഇതിഹാസത്തെക്കുറിച്ച് ആലോചനയുണ്ടായപ്പോൾ അതെങ്ങനെ തന്റെ ശിഷ്യന്മാരിൽ എത്തിക്കും എന്നോർത്ത് അദ്ദേഹം ചിന്താകുലനായി. അപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഗണപതിയെ ധ്യാനിക്കുവാൻ പറഞ്ഞു. വ്യാസന്റെ പ്രാർത്ഥനയിൽ ഗണപതി പ്രത്യക്ഷനാവുകയും അദ്ദേഹം ശ്ലോകങ്ങൾ ചൊല്ലുകയാണെങ്കിൽ താനത് ഗ്രന്ഥമായി എഴുതിക്കോളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വ്യാസൻ ചൊല്ലിക്കൊടുത്ത ശ്ലോകങ്ങൾ ഗണപതി ഗ്രന്ഥമായി എഴുതി. ശേഷം വ്യാസൻ അത് തന്റെ ശിഷ്യനായ വൈശമ്പായനനെ പഠിപ്പിച്ചു. പിന്നീട് അർജുനന്റെ പൗത്രനായ പരീക്ഷിത്ത് രാജാവിന്റെ പുത്രനായ ജനമേജയൻ ഒരു സർപ്പസത്രം നടത്തിയപ്പോൾ അവിടെ എത്തിയ വൈശമ്പായനൻ അത് അവിടെയുള്ളവർക്കായി തന്റെ ഗുരു പറഞ്ഞു തന്നതുപോലെ വിവരിച്ചു കൊടുത്തു. അവിടെ വെച്ച് ഉഗ്രസ്രവസ് എന്ന ഒരു സൂതൻ ഇത് കേട്ട് പഠിക്കുകയും പിന്നീട് നൈമിഷാരണ്യത്തിൽ വന്ന് ശൗനകൻ നടത്തിയ ഒരു യാഗത്തിൽ പങ്കെടുത്ത് അത് അവിടെയുള്ളവർക്കായി പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ശേഷമാണ് മഹാഭാരതം ഇന്ന് കാണുന്നത് പോലെ 18 പർവ്വങ്ങളായി സംഗ്രഹിക്കപ്പെട്ടത്. അപ്പോൾ മഹാഭാരതം നമ്മുടെ കൈകളിൽ എത്തിയതിന് വൈശമ്പായനനും ഉഗ്രസ്രവസനും വലിയ പങ്കുണ്ട്. മഹാഭാരതത്തെ പറ്റിയുള്ള ചില സംശയങ്ങളെക്കുറിച്ചും ആരാണ് സൂതന്മാരെന്നതിനെക്കുറിച്ചും പിന്നെ കർണനെക്കുറിച്ച് അധികമാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുമടങ്ങിയ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ താഴെയുള്ള ലിങ്കിൽ കയറിയാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.